കോഴിക്കോട് നരിക്കുനിയിൽ യുവാക്കളുടെ അപകടകരമായ യാത്രയിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. യുവാക്കളുടെ വാഹനം കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് ഈവനിംഗ്. ഇന്നലെ വിമൻസ് ഈവനിംഗിൽ രാഹുൽ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ രാഹുൽ വളരെ രസകരമായി പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നമ്മൾ സോഫയിലൊക്കെ ഇരിക്കുന്നത് പോലാണ് ഒരു വാഹനത്തിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചു പോകുന്നത്. അപ്പോൾ ആ ആസ്വാദനത്തിന് അവസാനം എന്താണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, ഇന്നലെ നമ്മൾ പങ്കുവെച്ച ഈ വാർത്തയ്ക്ക് താഴെ പലരും ചോദിച്ചിരുന്നു ഈ ദൃശ്യങ്ങളിലെ ഹീറോകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന്. അതിനുള്ള ഒരു മറുപടിയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. ആ ഹീറോകൾ സഞ്ചരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഹീറോയിസം കാണിച്ച ആ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. KL 07J 6312 എന്ന വാഹനമാണ് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. രൂപമാറ്റം വരുത്തിയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും 12,000 രൂപ പിഴ ചുമത്താനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതായത് മുൻഭാഗത്തെ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല, അതുമാത്രമല്ല ഈ പുറത്തെ കവർ ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല. ആ നിയമലംഘനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. രൂപമാറ്റം വരുത്തിയ വാഹനം സാധാരണ നിലയിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നലെയായിരുന്നു കോഴിക്കോട് നരിക്കുനിയിൽ ഈ സംഭവം നടക്കുന്നത്. നടുറോഡിലൂടെയായിരുന്നു 6ലധികം യുവാക്കൾ പരസ്യമായി ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത്. ആ വഴിയിലൂടെ വന്ന മറ്റ് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ വാർത്തയായി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയും ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോഴും മറുഭാഗത്ത് കൃത്യമായ നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ക്രിസ്റ്റീന.